കടം കൊടുക്കരുത്. ബിസിനസ്സിൽ കടം കൊടുക്കുകയേ ചെയ്യരുത്. കടം കൊടുത്താൽ നമ്മൾ മുടിയും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കടം കൊടുത്തവനാണ് നമ്മളുടെ പ്രോഡക്റ്റിന് ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത്. പലപ്പോഴും കാശ് കൊടുത്ത് വാങ്ങിച്ചത് ഉപയോഗിച്ചതൊന്നും ഇത്രയും കുറ്റം പറയത്തില്ല. പക്ഷേ കടം കൊടുത്തവനോട് നമ്മൾ കാശ് ചോദിച്ചാൽ അപ്പൊ പിന്നെ ആ പ്രോഡക്റ്റിന് ഇല്ലാത്ത കുറ്റങ്ങളൊന്നും ഇല്ല, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഒരുപാട് കുറ്റങ്ങൾ അങ്ങോട്ട് പറയും. സോ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കടം കൊടുത്താലുള്ള വലിയൊരു അപകടം പറഞ്ഞുതരാം. നിങ്ങളുടെ ലാഭം, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന എന്തിനാണോ ആ ഒരു ലക്ഷ്യം തന്നെ ഇല്ലാതാക്കുന്നതാണ് ഈ പറയുന്ന കടം കൊടുപ്പ് എന്ന് പറയുന്ന പരിപാടി. നിങ്ങൾക്ക് ഡെയിലി 1,00,000 രൂപ സെയിൽസ് ഉണ്ടെന്ന് കരുതുക. നിങ്ങൾക്കതിൽ 10% നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് കരുതുക. അതായത് 1,00,000 രൂപയുടെ സെയിൽസിൽ നിങ്ങൾ 20,000 രൂപ കടം കൊടുക്കുന്നു. അതിൽ 10,000 നിങ്ങൾക്ക് കിട്ടും, തിരിച്ചു കിട്ടുന്ന കടവ. മറ്റത് ഇങ്ങനെ റോൾ ചെയ്ത് കിടക്കും. അവന് പറയും ഇപ്പൊ കാശില്ല പിന്നെ വാ അതായതാന്ന് പറയും. അതായത് നിങ്ങൾ 1,00,000 രൂപയുടെ സെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് നഷ്ടമാണ്. അതായത് നിങ്ങളുടെ ലാഭം വല്ലവനും കടം വാങ്ങിച്ചു കൊണ്ടുപോയി അത് പിന്നെ കിട്ടാക്കടമായിട്ട് മാറുന്നു. അത് ആ കാശ് തിരിച്ച് കിട്ടാൻ വേണ്ടി വീണ്ടും അവന് കടം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവൻ ചെറിയ പൈസ ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാരണവശാലും കടം കൊടുക്കരുത്.